ഹായ് ഹലോ എവരിബഡി വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് വിൻഡോസ് 10ൻ്റെ ഫയൽ കറപ്ഷൻ വന്നാൽ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ സംഭവം മിക്കവാറും സംഭവിക്കുന്നതാണ് ഈ വിൻഡോസ് 10ൽ. നമ്മളെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടേൺ ഓഫ് അറിയാതെ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇമേജ് ത്രൂ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെത്തേഡ് ഇമേജ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ ഇമേജാണ്. ഈ ഇമേജ് കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത് അതിൻ്റെ കറക്റ്റ് ഇമേജാണ്. നിങ്ങൾക്കത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾക്ക് ആദ്യം ഷട്ട് ഡൗൺ ആയാൽ നമ്മളല്ലെങ്കിൽ റീസ്റ്റാർട്ട് അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ഇതാണ് വിൻഡോസ് 10ൽ മിക്കവാറും വരുന്നത്. അപ്പം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും വീണ്ടും. അപ്പോൾ വീണ്ടും ഷട്ട് ഡൗൺ ചെയ്താൽ ഫയൽ കറപ്ഷൻ ആണെങ്കിൽ അത് വീണ്ടും ഈ ഒരു പിക്ചർ വരും. ഈ ഒരു ഇതാണ് വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ റീസ്റ്റാർട്ട് ചോദിക്കും. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൽ ഓപ്ഷൻ വരുന്ന റീസ്റ്റാർട്ട് അഡ്വാൻസ് ഓപ്ഷൻ. അപ്പോൾ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത് വരുന്ന ഓപ്ഷനാണ് കണ്ടിന്യൂ ട്രബിൾ ഷൂട്ട് ടേൺ ഓഫ് യുവർ PC. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ആൻഡ് കണ്ടിന്യൂ ടു വിൻഡോസ് 10. ഈ ഫയല് പ്രശ്നമില്ലെങ്കിൽ ഇത് വിൻഡോസ് ഓപ്പൺ ആയി വരും. അഥവാ പ്രശ്നമാണെങ്കിൽ ആദ്യം വന്ന പോലെ അതേ മെസ്സേജ് സെയിം മെസ്സേജ് ആണ് വരുന്നുള്ളത്. റീസ്റ്റാർട്ട് അഡ്വാൻസ് സെഷൻ. അപ്പോൾ അഡ്വാൻസ് സെഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഇത് വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ ട്രബിൾ ഷൂട്ട് ഉണ്ട്. ട്രബിൾ ഷൂട്ട് ക്ലിക്ക് ചെയ്യുക. ട്രബിൾ ഷൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ദ PC ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഈ റീസെറ്റ് PC ഇതാണല്ല നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത്. ഇത് റീസെറ്റ് ദ PC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫയല് കംപ്ലീറ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഫയല് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ നമ്മളെ പേഴ്സണൽ ഫയലും റിമൂവ് ചെയ്യാനുള്ള ഇതുണ്ട്. എല്ലാം കീപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. രണ്ടുണ്ട്, കംപ്ലീറ്റ് റിമൂവ് ആവാനും കീപ്പ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും ചെയ്യാം നമ്മൾക്ക്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് റിപ്പയർ വരും, സിസ്റ്റം റീസ്റ്റോർ വരും, സ്റ്റാർട്ടപ്പ് സെറ്റിങ്സ്, കമാൻഡ് പ്രോംപ്റ്റ്, അങ്ങനെ റിക്കവറി ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട്. ഇതിൽ റിപ്പയർ ചെയ്താൽ റിപ്പയർ ചെയ്ത് നോക്കാം. റിപ്പയർ ചെയ്ത് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പയർ ചെയ്തത്. റിപ്പയർ ചെയ്തിട്ടും വീണ്ടും സെയിം അതേ മെസ്സേജ് ആണ് ഇത് ഓട്ടോമാറ്റിക് റിപ്പയർ അത് തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഓപ്ഷനിൽ പോവുക, ട്രബിൾ ഷൂട്ട് എടുക്കുക, അതിൻ്റെ അഡ്വാൻസ് ഓപ്ഷൻ പോവുക, എന്നിട്ട് അഡ്വാൻസ് ഓപ്ഷനിലാണ് ഈ വരുന്നത്. ഇതിൽ സിസ്റ്റം റീസ്റ്റോർ ഈ സിസ്റ്റം റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റോർ ചെയ്താൽ ഇങ്ങനെ നെക്സ്റ്റ് സിസ്റ്റം ഫയൽ ആൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ വരും. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോർ പോയിന്റ് വന്നിരിക്കും. ഇപ്പോൾ നമ്മൾ സിസ്റ്റം ഈ ഒരു കറപ്ഷൻ വരുന്നുണ്ടെങ്കിൽ, ഈ ഫയൽ മിസ്സിങ് വരുന്ന ഇന്നാണെങ്കിൽ 2 ദിവസം മുമ്പത്തതോ 4 ദിവസം മുമ്പത്തോ ഒരാഴ്ച മുമ്പത്തതോ ഇങ്ങനെ ഓട്ടോമാറ്റിക് റീസ്റ്റോർ പോയിന്റ് ഇതിൽ ഓട്ടോമാറ്റിക് വന്നിരിക്കും. അപ്പോൾ നമ്മൾക്ക് 2 ദിവസം മുമ്പത്തെ മതി, ബാക്കിയുള്ള ഫയൽ അതിൽ വേണം. അപ്പോൾ 2 ദിവസം മുമ്പത്താണെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു പേജാണ് വരുന്നുള്ളത്. അപ്പോൾ ലോക്കൽ ഡിസ്ക് സി എന്ന് ഓൾറെഡി ഇതിൽ സെലക്ട് ആയിട്ടുണ്ടാവും. ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്നുള്ളത് സിസ്റ്റം റീസ്റ്റോർ ആകുന്നുണ്ട്. ആ ഒരു വിൻഡോ ആണ് വരുന്നുള്ളത്. ഇത് ചിലപ്പോൾ 15 മിനിറ്റോ, ഒരുപാട് ഫയലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. കുറച്ചാണെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയാൽ അടുത്ത വരുന്ന സിസ്റ്റം റീസ്റ്റോർ കംപ്ലീറ്റ് ആണ്. റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കുക. റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് റീസ്റ്റാർട്ട് ഓണായി വരുന്നോളം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഓപ്ഷൻ വരും സിസ്റ്റം റീസ്റ്റോർ കംപ്ലീറ്റ് സക്സസ്ഫുൾ. എന്നിട്ട് ക്ലോസ് ചെയ്യുക. നിങ്ങളെ യൂസർ ഓപ്പൺ ചെയ്യുക. സിസ്റ്റം റീസ്റ്റോർട്ട് കംപ്ലീറ്റഡ്. വർക്കിംഗ് ആണ്. ഓക്കെ, ഇതാണ് സിസ്റ്റം റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. ബൈ.